ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും ഒരു പൊതിച്ചോറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. മോക്ക് വീണ്ടും ഒരു ആഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പം ഞാൻ വീട്ടിലുള്ള രാവിലെ ഉണ്ടാക്കിയ കറികൾ വെച്ച് തന്നെ കൂട്ടി ഒരു പൊതിച്ചോറ് കൊടുക്കാൻ ഓർത്തു. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല, ഹസ്ബൻഡിന് കൊടുത്ത കറികൾ തന്നെ മോക്കും എനിക്ക് ഉപയോഗിക്കാറ്. അപ്പം അത് നമുക്കിത് പൊതിച്ചോറ് ഉണ്ടാക്കാം. ഞാനൊരു ഇല വാട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കാം. എനിക്ക് മോൾക്കും കൂടിയാണ് എടുക്കണേ, അതുകൊണ്ട് ചോറത്തിന് അധികം എടുക്കും. ബീൻസ് മെഴുക്കുവരട്ടി ഇടാം. ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു മെഴുക്കുവരട്ടിയാണ് ബീൻസ് മെഴുക്കുവരട്ടി. പൊതിച്ചോറ് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. മൂത്ത മോക്കടെ കാര്യം ഓർക്കും. അത് ഹോസ്റ്റലിൽ നിന്ന് വരും. ഇത് ഹോസ്റ്റലിൽ ഇത് കാണുമ്പോൾ അതിന് ഭയങ്കര കൊതിയാണ്. മുട്ട വറുത്തത്, സവാളയും പച്ചമുളകൊക്കെ ഇട്ട ഒരു മുട്ട വറുത്തത്, ഉള്ളിയും മുളകും മൊരിച്ചത്. ഞങ്ങളുടെ തേങ്ങാ ചമ്മന്തി അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഉള്ളിയും മുളകാണ് എല്ലാവരും ഉപയോഗിക്കാറ്. നല്ല മത്തി വറുത്തത്, ചെറിയ മത്തി വറുത്തത്, കുറച്ച് വെളുത്തുള്ളി അച്ചാർ. എന്തെങ്കിലും ഒരു അച്ചാറില്ലെങ്കിൽ എന്ത് ഒരു കുറവല്ലേ നമ്മൾ പൊതിച്ചോറിൽ അല്പം വെളുത്തുള്ളി അച്ചാറുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ലൂബിക്ക് ഉപ്പിലിട്ടത് വെക്കണത് ഇഷ്ടമാണ് കേട്ടോ ചോറിലൊക്കെ. അപ്പോൾ 2 ലൂബിക്കയും കൂടി ഉപ്പിലിട്ടതിനകത്ത് വെക്കാം. അത് വെക്കണമെന്നില്ല, ഇവിടെ ഉള്ളത് കൊണ്ടാണ്. മോൾക്ക് ഇഷ്ടമാണ് അതൊക്കെ ചോറിൽ വെച്ച് കഴിക്കണത്. മൂത്താക്ക് ഇതൊന്നും ഇഷ്ടമല്ല, ചെറിയ മോൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് ലൂബിക്ക. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ലൂബിക്ക നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് വെക്കണത്. 2 രൂപയ്ക്ക് ഉപ്പിലിട്ടതും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. രൂപയ്ക്കൊക്കെ എടുത്ത് ഞാൻ പാത്രമൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പൊതിച്ചോറ് കേട്ടോ. പൊതിച്ചോറൊക്കെ കെട്ടി മക്കൾക്ക് കൊടുക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ മൂത്തയാൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അതിന് സങ്കടവും എനിക്കും സങ്കടവും. അത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മക്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അവർ ഹോസ്റ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല. അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് അവർ കഴിക്കുക. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം. അപ്പോൾ ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷമല്ല അവർക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോക്ക് ലൂബിക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ലൂബിക്കൊക്കെ വെച്ച് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഇതുപോലെ ഇഷ്ടമുള്ള എല്ലാവരും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇത് തുറക്കുമ്പോൾ കാണിച്ചു തരാട്ടെ. ഇത് ഇപ്പോൾ അധികം സമയമൊന്നുമില്ല, 12 മണി, അതിന് 1.5 മണിക്കൂറുള്ളൂ. ആ സമയം കൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോറിനാറാകുമ്പോൾ കാണാം. സമയം ഇപ്പോൾ 2 മണിയായിട്ടോ. നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇനി ചോറും തുറന്നു നോക്കാം. നല്ല വാട്ടിയ ഇലയുടെ മണവും ആ മുട്ട വറുത്തതിൻ്റെ മീൻ വറുത്തതിൻ്റെ ഒക്കെ നല്ല മണം വന്നിട്ട് കേട്ടോ. ആഹാ, വായിൽ വെള്ളം മനി. നല്ല ചൂടുള്ള ചോറാണ് ഇട്ടച്ച. അപ്പം ആ ഇലയുടെ രുചിയൊക്കെ നല്ല മണവും. ഇപ്പം തന്നെ വായിൽ വെള്ളം മനി. ഞാൻ പറയുള്ളൂ കേട്ടോ. ഞാൻ എടുത്ത് കഴിക്കട്ടെ കുറച്ച്. നമുക്കപ്പോൾ അതേ ആ ബീൻസും മെഴുക്കുവരട്ടി, മുട്ടയും ചമ്മന്തിയും ചാളയുടെ അച്ചാറും മുട്ടയൊക്കെ കൂടി, അച്ചാറും മുട്ടയും ചമ്മന്തിയും ബീൻസും മെഴുക്കുവരട്ടിയും ആ മീൻ വറുത്തതും എല്ലാം. എൻ്റെ വായിൽ നിന്ന് വെള്ളം വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പറയുമ്പോൾ. നമുക്കിത് ഞാനിത് ആദ്യത്തെ പിടിയാ മോക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവരും ചോറിന് ഉച്ചക്ക് 2 മണിയായി. ഭക്ഷണമൊക്കെ കഴിക്കട്ടെ, എല്ലാവരും പോയി. അപ്പോൾ ആദ്യത്തെ പിടിയാ മോക്ക് കൊടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി ആ ലൂബിക്കൊക്കെ പൊളിച്ച് ഇതൊക്കെ കൂട്ടി ഒന്ന് തിന്നാലോ. ഇനി ഞാൻ തിന്നട്ടെ ഒരു പിടി. എനിക്ക് നല്ല വിശപ്പുണ്ട്. ലൂബിക്കയും ചമ്മന്തിയും മെഴുക്കുവരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് ഇനി എടുക്കാം, ലൂബിക്കയും കൂടി തിന്ന് നോക്കാം. ആഹാ, എന്താ ടേസ്റ്റ്! എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചാലും ഈ പൊതിച്ചോറിൻ്റെയും ആ നല്ല കഞ്ഞിയുടെയും ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പം എല്ലാവരും പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടോ. ഓക്കെ, ബായ്.